അപ്പോൾ കളികളെ അപ്പോൾ നമ്മൾ ഏതോ ഒരു ടോളിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ചോറ് വെച്ചു, അതുപോലെ തന്നെ ഓംലെറ്റ് ഉണ്ടാക്കി. ആ വിശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇനി യാത്ര പോക്ക് നടക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടി ഇന്നത്തെ യാത്ര, എന്നാലും നമ്മൾ നല്ല രീതിയിൽ അവസാനിപ്പിച്ചു. പക്ഷേ ഇന്ന് ഫസ്റ്റ് ടൈം എൻ്റെ വീട്ടിൽ അരി വെച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീട് അറിയാലോ, ഇതാണ് നമ്മളെ വീട്ടിൽ അരി വെച്ചു. പക്ഷേ ചെറിയ സംഭവമൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് ഒരു ടോൾ ബൂത്താണ്. അപ്പോൾ ഇവിടെ ലോറികളും എല്ലാം പാർക്ക് ചെയ്യുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇതൊരു ബാത്റൂം സെറ്റപ്പാണ്. ഈ സെറ്റപ്പുള്ളതാണ് അവിടെ നിന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വൃത്തിയും മേനയ്ക്കുള്ള നല്ല അടിപൊളി ബാത്റൂം തന്നെയാണ്. അപ്പുറത്തൊരു ചായക്ക 24 hours ഉണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇവിടെ ടെൻ്റ് അടിച്ചു. ടെൻ്റ് അടിച്ചപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല ടെൻ്റ് അടിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ കുഴപ്പമില്ല വിചാരിച്ചടിച്ചു. ടെൻ്റ് ഒക്കെ ഉണ്ടല്ലേ, ടെൻ്റ് അടിച്ചു. അതേപോലെ തന്നെ ഇവിടെ സൈക്കിളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാ. പക്ഷെ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ലോറിക്കാർക്കുള്ള ടാങ്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ അകത്ത് വെള്ളമാണ് കേട്ടോ. ഇത് വേണ്ട ഇവിടെ കുളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്കിത് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നല്ല അടിപൊളി പ്ലാറ്റ്ഫോം പോലെ സ്ഥലം കണ്ടു. വെള്ളമുണ്ട്, ആഹാ ഇനി ആരും വരില്ലല്ലോ എന്ന് സമാധാനിച്ച് ഇവിടെ വേറെ വൃത്തിയുടെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ ലോങ് വണ്ടിക്കാർ ഇവിടെ ആയിരിക്കും സാധനമൊക്കെ വയ്ക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. അടിപൊളി സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് ഫുഡ് ഉണ്ടാക്കി. ഇന്ന് ആദ്യമായിട്ട് നമ്മളെ വീട്ടിൽ പാല് കാച്ചാൻ പറ്റിയില്ല. മാഗി ഞാൻ മുന്നേ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോൾ ഇത് ചോറ് വെച്ചു. ചോറിൻ്റെ ഒപ്പം അതായത് നമ്മളെ ഗ്യാസ് സിലിണ്ടർ തയ്ക്കാട്ടെ, നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ, ഇത് ചെമ്മീൻ പൗഡർ നമ്മൾ വെളിച്ചെണ്ണയിൽ സെറ്റാക്കി എടുത്താണ്. പിന്നെ ഓംലെറ്റ്, അതേപോലെ ചോറ് സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ് ഇതേ നമ്മളിപ്പോൾ ഞാൻ തല്ലാൻ വേണ്ടി പേടിപ്പിക്കുന്ന വടി അവളിപ്പോൾ കടിച്ചൊടിച്ച് മുറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതല്ലേ ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റൊക്കെ തള്ളി ആകെ പാപ്പറായിട്ട് വരുന്ന സമയത്താണ് ഞാൻ ടോൾ ബൂത്ത് ഉണ്ടാക്കി. കുളിച്ചിട്ടാണ് കഴിഞ്ഞാൽ ഇന്നേക്ക് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ കുളിക്കാനായിട്ട് ആകെ ബുദ്ധിമുട്ടി. അപ്പോൾ അലക്കാനുള്ള സൗകര്യം കിട്ടിയപ്പോൾ നോക്കിയപ്പോൾ രാവിലെ കാണിച്ചില്ല, ബാക്കിൽ മരത്തുമ്പോൾ ഒരു പാരമരം കിട്ടി. അപ്പോൾ അതിലങ്ങോട്ട് അലക്കി ഉണക്കാൻ വേണ്ടി ഇട്ടേക്കാണ്. എന്തായാലും നല്ലൊരു അടിപൊളി സംഭവമായി നിൽക്കുക. കാരണം കാർവാർ വരെ ഞാൻ പ്രതീക്ഷിച്ചാണ്. പക്ഷേ ഇന്ന് ആകെ ഒരു 10-20-25 കിലോമീറ്റർക്ക് റൈഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും നാളെ പൊളിക്കും നമ്മൾ. നാളെ ഏകദേശം ഒരു ഗോവയ്ക്കൊരു 190 കിലോമീറ്റർ ഉണ്ടാവും മാക്സിമം. നമ്മളെ നാളെ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ശ്രമിച്ചു നോക്കും. കാരണം ഇന്ന് കഞ്ഞി കുടിക്കാൻ പോണേ. അപ്പോൾ നാളേക്ക് നല്ല എനർജി ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്ന അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, ഷാം പോൾ ജോസഫ്. ബൈ.